ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ UDF കൺവീനർ അടൂർ പ്രകാശ് MP മൊഴി നൽകി. തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് രാവിലെയാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. 3 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമുയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും സോണിയാഗാന്ധിയെ സന്ദർശിച്ചതുമെല്ലാം ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടതായാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നും സർക്കാരിനുമെതിരെ UDF പ്രചരണം നടത്തി വരുന്നതിനിടെയാണ് SIT UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലതവണ കണ്ടിട്ടുണ്ടെന്ന് നേരത്തെ സമ്മതിച്ച അടൂർ പ്രകാശ് ശബരിമല കേസുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം നിഷേധിച്ചിരുന്നു.